الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد السلام عليكم ورحمة الله وبركاته അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നൂനും മീമും ഷദ് ചെയ്തു വന്നാൽ എങ്ങനെയാണ് ഓതേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ക്ലാസ് എടുത്തിരുന്നത്. മുഷദ്ദദായ ഹർഫ്, ഷദ് വരപ്പെട്ട ഹർഫ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയതാണ്. രണ്ട് അക്ഷരങ്ങൾ കൂടിച്ചേർന്നതാണത്. അതിലൊന്നാമത്തെ അക്ഷരം സുക്കൂനും രണ്ടാമത്തെ അക്ഷരം ഹറക്കത്തുമാണ്. സുക്കൂനുള്ള ഹർഫ് ഹറക്കത്തുള്ള ഹർഫിലേക്ക് കൂട്ടി യോജിപ്പിച്ച് ഒറ്റ അക്ഷരമായി ഉച്ചരിക്കുമ്പോഴാണത് ഹർഫ് മുഷദ്ദദ് എന്ന് പറയപ്പെടുന്നത്. ഇങ്ങനെ നൂനിനും മീമിനും ഷദ് വന്നാൽ അവിടെ ആ നൂനിനെ അല്ലെങ്കിൽ ആ മീമിനെ മണിച്ചുകൊണ്ട് അവയെ വെളിവാക്കി ഉച്ചരിക്കണം എന്നാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. നൂന് മീമ് എന്നീ അക്ഷരങ്ങൾക്ക് ഷദ് വന്നാൽ അവിടെ മണിച്ചുകൊണ്ട് ഗുന്നത്ത് ചെയ്തുകൊണ്ട് വെളിവാക്കി ഉച്ചരിക്കണം. അതിൻ്റെ ഉദാഹരണം, നൂനിൻ്റെ ഉദാഹരണം കഴിഞ്ഞ ദിവസം നാം മനസ്സിലാക്കിയതാണ്. മീമിൻ്റെ ഉദാഹരണമാണ് ഇന്ന് നാം മനസ്സിലാക്കുന്നത്. ഉദാഹരണത്തിൽ നമുക്ക് കാണാം, ഇന്ന ഹാദിഹി ഉമ്മതുകും ഉമ്മതൻ വാഹിദ. ഉമ്മതുകും അവിടെ ഗുന്നത്തോടുകൂടി ആ മീമിനെ വെളിവാക്കി വേണം ഉച്ചരിക്കുവാൻ. ഇന്ന ഹാദിഹി ഉമ്മതുകും ഉമ്മതൻ വാഹിദ. അതുപോലെ فأما من أعطى واتقى. മറ്റൊരു ഉദാഹരണത്തിൽ കാണാൻ സാധിക്കും, ثم إن علينا بيانه. ثم അവിടെ മീമിന് ഷദ് വന്നിട്ടുണ്ട്. ഇന്ന നൂനിനും ഷദ് വന്നു. ثم إن علينا بيانه. ഇവിടെയൊക്കെ ആ ഗുന്നത്തില്ലാതെ നമ്മൾ വേഗം ഓതിപ്പോകുമ്പോൾ അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാകും. ثم إن علينا, ثم إن علينا എന്ന് പറയുന്നതും ثم إن علينا بيانه എന്ന് ആ മണിച്ചുകൊണ്ട് ഗുന്നത്തോടു കൂടി പറയുന്നതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ثم كلا سوف تعلمون. ثم അവിടെയൊക്കെ മണിച്ചുകൊണ്ട് ഗുന്നത്തോടു കൂടി വേണം അതിനെ നാം ഉച്ചരിക്കുവാൻ. സൂറത്തുൽ ഖാരിഅയിലെ ഭാഗങ്ങൾ നമുക്കൊന്ന് ഓതി നോക്കാം. ആ സൂറത്തുൽ ഖാരിഅയിൽ വന്നിട്ടുള്ള മീമിൻ്റെ നിയമങ്ങളാണ് നാം നോക്കുന്നത്. ബാക്കിയുള്ള നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഖാരിഅഹ് മൽ ഖാരിഅഹ് وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث
وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. ഇവിടെ ഈ സൂറത്തിൽ فأما من ثقلت فأما من ثقلت موازينه അവിടെ മീമിന് ഷദ്ദ് വന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ وأما من خفت موازينه وأما അവിടെയും ഷദ്ദ് വന്നത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. فأمه هاوية മീമിന് അവിടെയും ഷദ്ദുണ്ട്. അങ്ങനെ ഷദ്ദ് വന്നിട്ടുള്ള മീമിന് ഷദ്ദ് വന്നിട്ടുള്ള എല്ലാ ഭാഗത്തും മണിച്ചിട്ട് വേണം, ഉന്നത്ത് ചെയ്ത് വേണം നാം ഉച്ചരിക്കുവാൻ. അതുപോലെ തന്നെയാണ് നൂനിൻ്റെയും അവസ്ഥ. നൂനിലും ഷദ്ദ് വന്നാൽ ആ രൂപത്തിൽ തന്നെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. യൗമ യകൂനുന്നാസു അവിടെ നൂനിനാണ് ഷദ്ദുള്ളത്. ഇതുപോലെ ഇതുവരെ നാം പഠിച്ചിട്ടുള്ള അഹ്കാമുൻ നൂന് സാക്കിന വ തൻവീൻ, അതിൻ്റെ കൂടെ മഖാരിജുൽ ഹുറൂഫ്, ഓരോ അക്ഷരങ്ങളും അതിൻ്റെ യഥാർത്ഥ മഖ്റജുകളിൽ നിന്ന് തന്നെ പുറപ്പെടുവിക്കുവാൻ ശ്രദ്ധിച്ചുകൊണ്ട് നൂനിൻ്റെയും മീമിൻ്റെയും ഷദ്ദ് വന്ന ഭാഗങ്ങളും കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് നാം പാരായണം ചെയ്യുക. അല്ലാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.